പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ മക്കളെ, സുഖമാണോ? എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ 6-ാമത്തെ ദിവസത്തെ പ്രാർത്ഥന, ഇന്നത്തെ പ്രാർത്ഥനകൾ നിങ്ങൾ കാണുകയും ബെഥേൽ മാതാവിൻ്റെ ടീമിനോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് എല്ലാവരും ബ്രദറിന് വേണ്ടിയും ബെഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടിയും ധ്യാനകേന്ദ്രത്തിൻ്റെ മാതാവിൻ്റെ കപ്പേള പണിയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ധ്യാനം വൻ വിജയമാകുവാനും, ഒപ്പം നിങ്ങളുടെ 2 നിയോഗങ്ങൾ ദൈവത്തിന് സാധ്യമാകുന്നതും നമുക്ക് അസാധ്യമായ 2 നിയോഗങ്ങൾ അതേതാണെങ്കിലും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ 6-ാം ദിവസത്തെ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് വിടുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ 1 മിനിറ്റ് ടീമിന് വേണ്ടി, ബ്രദറിന് വേണ്ടി, ടീമിൻ്റെ ഓരോ ശുശ്രൂഷകളും അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. 1 മിനിറ്റ് നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. പിന്നീട് സമയം കണ്ടെത്തി നിങ്ങൾ 1 മണിക്കൂർ പ്രയർ ചെയ്യണം. അതാണ് ഞാൻ നിയോഗം പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പോലും 43 ദിവസത്തെ പ്രയർ 1 മണിക്കൂർ വെച്ച്, ദിവസത്തിൽ 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കുക. ബെഥേൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങൾ അനുഗ്രഹമായി മാറാൻ. നമ്മൾ ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന ദൈവമക്കളെ, ബെഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രം എവിടെയാണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ അങ്കമാലിയാണ് നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഏകദേശം ഒരു 13-14 കിലോമീറ്ററാണ് ഉള്ളത്. സെബിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എറണാകുളം അങ്കമാലി രൂപതയാണ് സെബിയൂർ. അവിടെ മലയാറ്റൂരിന് 2-3 കിലോമീറ്റർ മുമ്പ് സെബിയൂർ കേട്ടോ. ഇനി അടുത്ത ധ്യാനങ്ങൾ വരുന്നത് ജനുവരി 16-ാം തീയതി മരിയൻ ധ്യാനമാണ്. അവിടെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. തിരുരക്താഭിഷേക ധ്യാനവും ദിവ്യകാരുണ്യ അനുഭവ ധ്യാനവും കുടുംബ നവീകരണ ധ്യാനവും പരിശുദ്ധാത്മാഭിഷേക ധ്യാനവും ഒക്കെ വെറൈറ്റി ധ്യാനങ്ങൾ ഈശോ നടത്താറുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണേ. ഇനി നിങ്ങൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവേ, ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ കർത്താവേ. ഇന്നലെ വൺ ഡേ ധ്യാനത്തിന് വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർക്കും അവരുടെ തൊഴിൽ, മത്സ്യബന്ധനത്തിനും അതോടൊപ്പം തന്നെ അവരെ കൃഷി, അവരുടെ ബിസിനസ് എന്താണോ അവരുടെ തൊഴിലുകൾ, ആ തൊഴിലുകളെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. വണ്ടി ഓടിക്കുന്നവരുണ്ട് കർത്താവെ, പറമ്പിലെ പണിയെടുക്കുന്ന മക്കളുണ്ട് കർത്താവെ, ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവെ, ഒരുപാട് ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട്, കടഭാരത്തിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവായ യേശുവേ. കടബാധ്യത എല്ലാം മാറ്റി സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ, കാവൽ മലാഹമാരെ, കാവൽ ദൂതരെ പ്രാർത്ഥിക്കണമേ കർത്താവ്. ഇന്നലെ വന്ന കുറച്ച് സ്റ്റുഡൻസ് പ്രാർത്ഥനയിൽ അവർക്ക് പഠനത്തിൽ പരാജയങ്ങൾ, പഠിക്കാൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. ഈശോയെ, ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ മക്കളെ സമർപ്പിക്കുകയാണ്. ഇന്ന് അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ, ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട ദിവ്യബലിയുടെ യോഗ്യതയാൽ ആ മക്കളെല്ലാവരും അവരുടെ കുടുംബവും ദൈവമേ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ രാജാവേ, ഈ നിമിഷം സ്വർഗം തുറന്ന് ഞങ്ങളെല്ലാവരെയും ഈ മക്കളെയും അടുത്ത 16-ാം തീയതി മരിയൻ ധ്യാനത്തിലേക്ക് വരാൻ പോകുന്ന ദൈവ വൈതലുകളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബുക്ക് ചെയ്തവരെ സമർപ്പിക്കുന്നു, ബുക്ക് ചെയ്യാൻ പോകുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാവർക്കും തടസ്സമില്ലാതെ അവരെല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി, തടസ്സമില്ലാതെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ കപ്പേളയുടെ പണി റീസ്റ്റാർട്ട് ചെയ്യുന്നു. തടസ്സമില്ലാതെ, അതും എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ കപ്പേളയുടെ പണി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണേ മക്കളെ. ഈശോയെ, എന്തെങ്കിലും പ്രാർത്ഥിക്കുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനം കനപ്പണി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് കേൾക്കുന്ന ഏതെങ്കിലും മകനോ മകളോ വേദനിക്കുന്ന, കഷ്ടപ്പാടുകളാൽ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ, യേശുവേ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരമൊന്ന് നീട്ടി എൻ്റെ ഈശോയെ ആ മക്കളെല്ലാവരും സ്പർശിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭാവിയും ബലഹീനവും അയോഗ്യനുമായ എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. അങ്ങയുടെ കരം ഞങ്ങൾ എവിടെയായിരുന്നാലും ഈശോയെ
ഞങ്ങൾ എവിടെയായിരുന്നാലും അങ്ങയുടെ കരത്തിന് എത്രമാത്രം നീളമാണ് കർത്താവേ. അങ്ങ് വിദൂരത്താണെങ്കിലും അങ്ങ് ഞങ്ങളുടെ സമീപത്താണല്ലോ കർത്താവേ. അങ്ങ് അരുളി ചെയ്തിരിക്കുന്നു, അവൻ്റെ രക്തം വഴി നിങ്ങൾ ഒരിക്കൽ വിദൂരത്താണെങ്കിൽ അവൻ്റെ രക്തം വഴി നിങ്ങളിപ്പോൾ സമീപത്തായിരിക്കുന്നു എന്ന് ഹെബ്രായ ലേഖനം 9:20 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. ഇത് ദൈവത്തിൻ്റെ രക്തമാണ്, ഈശോയുടെ രക്തമാണ്. ദൈവം കൽപ്പിച്ചിരിപ്പിക്കുന്ന ഉടമ്പടി രക്തം. നിങ്ങൾ പാപം ചെയ്താൽ ദൈവിക ജീവൻ നഷ്ടപ്പെടുമെന്നും ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് കൽപ്പിച്ചിരിക്കുന്ന ആ ഉടമ്പടിയുടെ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ, ഭവനത്തിൻ്റെ മേൽ തളിക്കണമേ. കർത്താവെ, വരാൻ പോണ 16-ാം തീയതി ധ്യാനത്തിന് വരാൻ പോകുന്ന മക്കളുടെ മേലും തളിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വൈദികരെല്ലാം മേല്, ഞങ്ങളെല്ലാവരുടെയും മേല് കർത്താവെ, ധ്യാനകേന്ദ്രവും ബഥേൽ മാതാവിൻ്റെ കപ്പേള പണിയിനോടുത്ത് യേശുവിൻ്റെ തിരുരക്തം തളിച്ച് ഈ മക്കളുടെ മേലും ഇവരുടെ കുടുംബങ്ങളുടെ മേലും തിരുരക്തം തളിച്ച് അഭിഷേകാഗ്നിയാൽ വിശുദ്ധീകരിച്ച് അത്ഭുത അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട്. 12-ാം തീയതിയുള്ള പരീക്ഷയുള്ള മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരീക്ഷയുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ വൈകല്യമുള്ള മക്കളുണ്ട് കർത്താവെ. ഏത് ചെയ്തിട്ടും പാസ്സാവാത്ത മക്കളുണ്ട് കർത്താവെ. അവരെയും പാസ്സാക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്